പുതിയ അങ്കണവാടി കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളോടെ പഠിക്കാനാകാതെ കുരുന്നുകൾ. കാസർഗോഡ് ജില്ലയിലെ കാറഡുക്ക ഗ്രാമപഞ്ചായത്തിലെ കുണ്ടാറിലെ 2 സ്മാർട്ട് അങ്കണവാടികളാണ് പണി കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യാനാകാതെ കുട്ടികൾക്കായി കാത്തിരിക്കുന്നത്. അധികൃതരോട് നിരന്തരം കാര്യം അവതരിപ്പിച്ചിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ആദ്യം അംഗനവാടി പ്രതീക്ഷിച്ച കുട്ടി ഇന്നിപ്പോൾ 3ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. എൻ്റെ പുതിയ അംഗനവാടി എന്ന് പറഞ്ഞ കുട്ടി 3ാം ക്ലാസ് പഠിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ നഗ്നമായ നേർക്കാഴ്ച. നാലും 5 വയസ്സുള്ള കുരുന്നുകൾ ഒറ്റമുറിയിൽ തീർത്ത അംഗനവാടി അങ്ങനെ നീളുന്നു. കുരുന്നുകൾ അവരുടെ പുതിയ അംഗനവാടിയുടെ ഉദ്ഘാടനം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇവിടെ ഒരു 15 വർഷമായി അംഗനവാടി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുട്ടികൾ 13 കുട്ടികളുണ്ട് നിലവിൽ. ഇപ്പോൾ സ്മാർട്ട് അംഗനവാടി സ്ഥലമായി, സ്മാർട്ട് അംഗനവാടിയായി. അപ്പോൾ ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പേരൻസും കമ്മിറ്റിക്കാരെല്ലാം കുറേ ശ്രമിച്ചു. മെമ്പരും അതേപോലെ തന്നെ മെമ്പരും പെട്ടെന്ന് ആക്കാമെന്നാണ് അവർ പറഞ്ഞത്. നമ്മളോട് മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാറഡുക്ക ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ തന്നെ മറ്റൊരു അംഗനവാടിയും സമാന സ്ഥിതിയാണ്. 2021-22 കാലഘട്ടത്തിൽ പണി കഴിഞ്ഞു. ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുന്നു. 3 വർഷം മുമ്പാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത്. എന്നിട്ടിപ്പോൾ പണി തീർന്നിട്ട് 1 വർഷത്തിൻ്റെ മേലെയായി. ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം മാറ്റിവെച്ചു. നാശങ്ങളും കേടുകളും വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് നല്ല ഓടുകളെല്ലാം പാറിപ്പോയിട്ടുണ്ട്. പിന്നീട് എല്ലാം ഒന്ന് വൃത്തിയുടെ, പിന്നെ ഡോറുകളെല്ലാം ഇതെല്ലാം പൊളിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. എല്ലാം നശിക്കുന്നുണ്ട്. നിരന്തരം ഉദ്ഘാടന തീയതി കുറിച്ചു. നിരവധി മന്ത്രിമാരെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചു. ഫലമില്ല. ആരുടെയോ നിരുത്തരവാദപരമായ സമീപനങ്ങൾക്ക് കാരണമായി ഒരു നോക്കുകുത്തിയെ പോലെ അംഗനവാടികൾ പഞ്ചായത്തിൽ കാത്തുകിടക്കുന്നു. ചിതലരിഞ്ഞ ജനൽ പാളികൾ, ഒറ്റമുറിയിൽ തീർത്ത അംഗനവാടികൾ, പുതിയ കെട്ടിടം അനുവദിച്ചിട്ട് പോലും സൗകര്യങ്ങളില്ലാതെ ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്. ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല സൗകര്യം ഒരുക്കി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് നിൽക്കുന്നത് എവിടെയാണെന്ന് കണ്ടല്ലോ. ഇതിനൊക്കെയാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. അതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. തിരിച്ചു വരാം. ഒരു